ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനോദ് വേണുഗോപാൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരു മുത്തശ്ശി കഥയായി ബന്ധപ്പെട്ട മുത്തശ്ശി കഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ. വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു നാട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നുള്ളത് ആ നാട്ടുകാരുടെയും അവിടെ എത്തുന്ന ആൾക്കാരുടെയും ഒരു വിശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് അമ്പലമോ അല്ലെങ്കിൽ വലിയ അതുമായി ബന്ധപ്പെട്ട സ്തൂപോ ഒന്നുമില്ല, ഒരു പാറ, അതിനടുത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ആ മുത്തശ്ശി പാറയിലേക്ക് അല്ലെങ്കിൽ ആ മുത്തശ്ശിയുടെ കഥയിലേക്ക് രണ്ട് വിദ്യാർത്ഥികൾ വരികയാണ്. രണ്ടുപേർക്കും 10ാം ക്ലാസ്സിന്റെ SSLC എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ ഒബ്വിയസ്ലി മാർക്ക് നന്നായി കിട്ടാനായിട്ട് അടുത്ത അമ്പലത്തിലും പള്ളിയിലും ഒക്കെ അവർ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മുത്തശ്ശി പാറയെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും മുത്തശ്ശി പാറ കയറി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ കയറുന്നിടയ്ക്ക് അതിലൊരു കൂട്ടുകാരൻ സംശയം പറയുന്നുണ്ട്, ഇന്ന് ഞാൻ കഴിച്ചത് നോൺ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് കുഴപ്പമാവോ, ഈ അമ്പലം പോലത്തെ സെറ്റപ്പിലൊക്കെ കയറുമ്പോൾ കുഴപ്പമാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതിന് മുത്തശ്ശിക്ക് ജാതി മതമൊന്നും ഇല്ലല്ലോ, ആർക്കും കയറാം, ആർക്കും പ്രാർത്ഥിക്കാം, ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിനടുത്തേക്കല്ലേ, ദൈവം നമ്മളെ പ്യൂറാക്കിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലൊരു മഴ അവിടെ പെയ്യുന്നു. ഇതവർ പറഞ്ഞ നോളജാണ് അല്ലെങ്കിൽ അറിവാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ മഴയിലൂടെ അവർ നനഞ്ഞു കുളിക്കുന്നു. അവർ തിരിച്ചിറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അവർ അത് കംപ്ലീറ്റ് ആക്കുന്നു. മുകളിൽ എത്തുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെ, അവിടെ ആ റബ്ബറിന് തടവെടുത്തിരുന്ന ഒരു സ്ത്രീയെ കാണാൻ, സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല, വൃദ്ധ എന്ന് പറയാൻ പറ്റും, മുത്തശ്ശി എന്ന് പറയാൻ പറ്റും. അപ്പൊ മുത്തശ്ശി കുന്നിലേക്ക് കയറുന്നതുകൊണ്ടാണോ അവരെ കണ്ടതെന്ന് അറിയില്ല. പക്ഷെ അവർ ചോദിക്കുന്നു എങ്ങോട്ടാണ് ഈ സമയത്ത് കയറി പോകുന്നത്. അപ്പൊ അവരോട് കാര്യം പറയുന്നു, എനിക്ക് എക്സാം ഇറക്കാൻ പോകണമെന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ മുത്തശ്ശി പറയുന്നുള്ള സ്നേഹത്തോടെ, ഈ സമയത്തോടെ ആരും വരാറില്ല, രാവിലെയോ വൈകിട്ടോ ആണ് ആരും വരാറുള്ളത്, എന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് പോയിട്ട് വാ എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ അവർ ആ മുത്തശ്ശിപ്പാറയിലേക്ക് എത്തുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, തിരിച്ചിറങ്ങുന്നു. അവരുടെ മാർക്കിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് നിലവിൽ അറിയില്ല. പക്ഷേ അങ്ങോട്ട് കയറിയപ്പോൾ സംഭവിച്ച ആ മഴയുടെയും അവർ കണ്ട ആ ഒരു മുത്തശ്ശിയുടെയും കഥ അവർ പിന്നെയും പറഞ്ഞു നടന്നു. അവർ തിരിച്ചിറങ്ങിയപ്പോൾ ആ മുത്തശ്ശിയെ കണ്ടില്ല എന്നും അവിടെ ഒരു സ്ത്രീ മാത്രമായിട്ട് നിൽക്കുന്ന എന്താണെന്നുള്ളതൊക്കെ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വിദ്യാർത്ഥികൾക്കല്ല, ഇവിടെ നാട്ടുകാർക്കൊക്കെ പറയാൻ ഇങ്ങനെ ഒരു മുത്തശ്ശിയെ കണ്ട കഥ ഇവിടെ ഉണ്ട്. ഇതൊരു പാരസൈക്കോളജി റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. ഒരു വിശ്വാസം എന്ന് പറയാൻ എനിക്കിഷ്ടം. ജാതിപത ഭേദമന്യേ എല്ലാവരും ഈ മുത്തശ്ശിക്കുന്നിലേക്ക് എത്തുന്നുണ്ട്, കയ്യിലൊരു വിളക്കും പിടിച്ചുകൊണ്ട്. അവിടെ ഒരു തറയിലേക്ക് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അവർ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രാർത്ഥന സഫലമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. നമുക്ക് ഈ മുത്തശ്ശി പറന്ന് പോയി കയറിയല്ലോ. ഞാൻ ഈ വീഡിയോ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പാരസൈക്കോളജി അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങൾ റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാനൊന്നുമല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം, അതിന്റെ പുറകിലെ സയൻസ് എന്താണെന്ന് നോക്കാം. എന്തായാലും ഇതൊരു വിശ്വാസമായതുകൊണ്ട് ഞാൻ ഇതിന്റെ സയൻസ് ഒരുപാട് ചെയ്യാൻ പോകുന്നില്ല. എനിക്കറിയാലോ വിശ്വാസത്തിന്റെ പുറകിൽ ഒരുപാട് സയൻസ് എന്ന് പറയുന്ന സംഭവമൊക്കെ എന്താ എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ മുത്തശ്ശി പറയുന്ന കയറി നോക്കാം. എന്താണ് മുത്തശ്ശിയുടെ റിയാലിറ്റി, അല്ലെങ്കിൽ മുത്തശ്ശി അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മുത്തശ്ശി കുഞ്ഞ് ഇനിയും വലുതാവട്ടെ, ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകൾ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തശ്ശിക്കല്ല് അഥവാ മുത്തശ്ശിപ്പാറ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുടെ പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളുടെ ഒരു ബേസ് എന്ന് പറയാൻ പറ്റും. ഒരാൾക്കാർ എന്തെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഒരുപാട് പേരിവിടെ വരുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു 10 വർഷം മുമ്പ്. നിങ്ങൾ കണ്ട ആ പാറ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവിടെ വരുന്നവരുടെ ആഗ്രഹങ്ങൾ എല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ മറ്റൊരു സ്ഥലത്തോട് അല്ലെങ്കിൽ മറ്റൊരു പാരസൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. താങ്ക് യു.